മുഹമ്മദ് റാഫി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഇപ്പോൾ നമുക്കിതിൽ ഈ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതൊക്കെ പ്രസിദ്ധീകരിക്കണം, അങ്ങനെയൊക്കെ ആണല്ലോ അതിൻ്റെ ഒരു കീഴ്വഴക്കം. കൂടാതെ ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ട പല പല സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ നടപടിയിലേക്ക് അവർ പോയിട്ടുള്ളത്. അപ്പോഴാണ് ഇത് ആൾ മാറിപ്പോയി എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. നമുക്കിനി അറിയേണ്ടത് എന്താണ് ഈ കുടുംബത്തിന് മുന്നിലുള്ള വഴി എന്നുള്ളതാണ്. താങ്കൾ ഇതിൽ ഇവരെ സഹായിക്കാനായി മുന്നിൽ നിൽക്കുന്നയാളാണ് എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഇവർക്ക് മുന്നിലുള്ള മാർഗം? നിലവിൽ ഇവര് 2017 ലിസ്റ്റിൽ ഇങ്ങനെ ഒരു പ്രശ്നമായി. അത് മൊത്തത്തിൽ അവര് വീട് പൊളിച്ചു മാറ്റി. ഒരു ദുരിതാവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. നിലവിൽ അവര് 2020 പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ അറിവ് അനുസരിച്ചാണ് പറയുന്നത്. നിലവിൽ 2020 ഭൂരഹിത ഭവന രഹിത ലിസ്റ്റിൽപ്പെട്ട ഈ സാവിത്രിയുടെ മകന് വിഷ്ണു കോട്ടവളപ്പ് അവര് ലിസ്റ്റിൽപ്പെട്ടിട്ടുണ്ട്. അത് ഭൂരഹിത ഭവന രഹിത ലിസ്റ്റിലാണ്, ലാൻഡ് ലെസ്സിലാണ്. അപ്പൊ അതിന് 29/3/2023 മുഗ്രപുത്തു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ അഡ്വക്കേറ്റ് സമീറ ഫൈസലിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീറ ഫൈസലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബോർഡ് യോഗത്തിൽ ഇതിനെ ലാൻഡ് ലെസ് ലാൻഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. 2020 ലിസ്റ്റിലാണ് അത്. ആ ലിസ്റ്റ് പ്രകാരം ഇത് മാറ്റേണ്ടത് ലൈഫ് മിഷനായിട്ട് ബന്ധപ്പെട്ട് അവരാണ് ഇത് മാറ്റി തരേണ്ടത്. പക്ഷെ അത് ഇനി സാവിത്രിക്ക് വീടിനുള്ള സാധ്യതയില്ല, പക്ഷെ പകരം മകൻ വിഷ്ണുവിന് ആ പട്ടികയിൽ പേരുണ്ട്. വിഷ്ണുവിന് 2020 ലിസ്റ്റിലുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇനി എപ്പോഴത്തേക്കായിരിക്കും ഈ വീട് ഇനി ഉണ്ടാകുക? കാരണം അവിടെ ഒരു അവസ്ഥ കേട്ടല്ലോ. അതെ, സാവിത്രി അടക്കം ജില്ലാ കളക്ടർക്കും ഡയറക്റ്റ് പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്നേരം കളക്ടർ ഡയറക്റ്റ് പഞ്ചായത്തിലേക്ക് ഫോർവേഡ് ചെയ്തത്. പക്ഷെ പഞ്ചായത്തിന് ഇതിൽ ഒന്നും ചെയ്യാനില്ല. ഇതിന്റെ ലൈഫ് മിഷന്റെ സൈറ്റിൽ ഇതിന് ഭൂരഹിത ഭവന ലിസ്റ്റ് ലാൻഡ് ലെസ് ഒന്ന് മാറ്റി തരേണ്ടത് ഇത് ഇവരുടെ ലൈഫ് മിഷനാണ്. അത് മാറ്റി തന്നു കഴിഞ്ഞെങ്കിൽ ഇവർക്ക് 2020 ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് വീട് അനുവദിച്ചു കൊടുക്കാൻ പറ്റും. അതായത് മകന് വീട് അനുവദിച്ചു കൊടുക്കാൻ പറ്റും എന്നാണ് അല്ലേ? വിഷ്ണു കോട്ടവളപ്പെന്ന പേര് 2020 ലിസ്റ്റിലുണ്ട്. അപ്പൊ അത് സാവിത്രിയുടെ മകന്റെ പേരിലാണ് അപേക്ഷ അവർ ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. ആ ലിസ്റ്റ് പ്രകാരം അവർക്ക് വീട് അനുവദിച്ചു കൊടുക്കാനുള്ള നിർവഹണ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടിട്ട് കിട്ടിയ എനിക്കുള്ള അറിവ്. ശരി, എന്തായാലും ഇവിടെ ഈ സമയത്തെങ്കിലും ഒരു പിഴവ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു.